നമസ്കാരം. IAS ഫാക്ടറിന്റെ IAS കോണ്ടെക്സ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ ആർ ശങ്കർ. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീം ബ്രാൻഡ്, പല ഐസ്ക്രീംസ് കഴിക്കുമെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐസ്ക്രീം തുർക്കിഷ് ഐസ്ക്രീമാണ്. ഈ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ രസകരമായി ഈ ഐസ്ക്രീം കുട്ടിക്ക് കൊടുക്കാതെ വളരെ ഒരു രസകരമായ സംഭവമാണ്. അത് ഐസ്ക്രീം കൊടുക്കാതെ കുട്ടിയെ കുറേ നേരം കളിപ്പിച്ചതിന് ശേഷമാണ് ആ ഐസ്ക്രീം കൊടുക്കുന്നത്. ഇത് നമ്മളെപ്പോഴും കണ്ട് ആസ്വദിച്ച ഒരു തരം ഐസ്ക്രീം കൊടുക്കുന്ന ഇങ്ങനെ ഒരു വേറെ രീതി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിൽ തുർക്കിഷ് ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാരും ഇതിൻ്റെ ഔട്ട്ലെറ്റുകളും ഐസ്ക്രീം മാന്യമായി സ്ട്രെയിറ്റ് ആയിട്ട് നേരെ അങ്ങ് കൊടുക്കുകയാണ്. അവരുടെ ഈ കളിപ്പിക്കൽ പരിപാടികളൊന്നും അതിനകത്ത് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ തുർക്കിക്കെതിരെ ഏർപ്പെടുത്തിയ കുറേ ബാനുകളും കുറേ റെസ്ട്രിക്ഷൻസും കൊണ്ടാണ്. അപ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു വാറിൻ്റെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത സമയത്തും ഇതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ വെപ്പൻസ് കൊണ്ടും എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്തത് തുർക്കി ആയതുകൊണ്ട് മാത്രം ഇന്ത്യ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ ഒരു ഐസ്ക്രീമിൽ പോലും രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാനം. സോ ഈ ഒരു സെഷനിൽ നമ്മൾ തുർക്കി എന്തുകൊണ്ടാണ് ഇന്ത്യ അത് ചെയ്തതെന്ന് മാത്രമല്ല, തുർക്കിയുടെ ചരിത്രവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്ത ഒരു ടോപ്പിക്കാണ് അർമേനിയൻ വംശഹത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമോ എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി ഇതിൽ നമ്മൾ തുർക്കിയുടെ ചരിത്രം കുറച്ചൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ പിന്നെ അർമേനിയയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അർമേനിയൻ വംശഹത്യയെക്കുറിച്ച് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എത്ര അധികം ആൾക്കാരെ, 10 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരെ കൊന്നൊടുക്കിയ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വംശഹത്യ, ജെനോസൈഡ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. നമ്മൾ തുർക്കിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തുർക്കിയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രാജ്യം വരുമ്പോഴും നമ്മൾ ശരിക്കും ഇത് എവിടെയാണ് ലോകത്തിൻ്റെ മാപ്പിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് ആദ്യമേ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ തുർക്കിയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബോർഡേഴ്സ് കാണാൻ പറ്റും. ഗ്രീസ് ആണെങ്കിലും ബൾഗേറിയ ആണെങ്കിലും അർമേനിയ, അസർബൈജൻ, ബ്ലാക്ക് സീ, ഏജിയൻ സീ, മെഡിറ്ററേനിയൻ സീ, ഇങ്ങനെ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഏകദേശം ഒരു മാപ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കാണും. അതേപോലെ പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് അങ്കാര, അവരുടെ ക്യാപിറ്റൽ. പ്രധാനമായിട്ടുള്ള പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ, ഈസ്റ്റൻബുൾ എന്നൊക്കെ പറയുന്ന പ്രധാന നഗരങ്ങളെല്ലാം ഇവിടെയാണ് ഉള്ളത്, തുർക്കിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് വളരെ ബ്രീഫായിട്ട് തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇത് പുതിയൊരു തീരുമാനമൊന്നുമല്ല. വർഷങ്ങളായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് തുർക്കി. കാരണം അവരെ മിലിറ്ററി സപ്പോർട്ട് ചൈനയും പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. സോ അതിനപ്പുറത്തേക്ക് യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭയിൽ പോലും കശ്മീർ പ്രോബ്ലം അല്ലെങ്കിൽ കശ്മീർ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുർക്കിയാണ് എപ്പോഴും മുന്നോട്ട് വരുന്നത്. സോ ഡെഫിനറ്റ്ലി അതൊരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാക് സൈന്യം നമ്മൾ തിരിച്ചടിച്ച സമയത്തും ഇവർക്ക് വേണ്ടിയുള്ള മാൻ പവർ ആണെങ്കിലും ഏതാണ്ട് 300-400 ഡ്രോൺസ് ഇവരെല്ലാം തുർക്കിയാണ് ഇവരെ പാകിസ്ഥാന് സപ്ലൈ ചെയ്തതെന്നുള്ളൊരു വിവരം ഇന്ത്യക്കാരറിഞ്ഞു. സോ അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ചാനലുകളിലും എല്ലായിടത്തും ആദ്യം കണ്ടത്. പിന്നീട് ഇത് ഗവൺമെൻറ് തലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യം തന്നെ ഇപ്പോൾ എയർപോർട്ടിൽ, ഇന്ത്യൻ എയർപോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് സ്റ്റാഫ് മാനേജ്മെൻറ്റ് നടത്തുന്ന സെലിബി ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനി, തുർക്കിഷ് കമ്പനിയാണ്, അവരുടെ ആക്ടിവിറ്റീസ് ഗവൺമെൻറ് നിർത്തലാക്കി. അതേപോലെ ട്രേഡ്, തുർക്കി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഐസ്ക്രീമിൻ്റെ കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ തുർക്കിഷ് മാർബിൾ, തുർക്കിഷ് ആപ്പിൾ കഴിക്കുമ്പോഴൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, ഇപ്പോൾ ഇത് തുർക്കി ആപ്പിൾ ആണെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നില്ല. അങ്ങനെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടും പിന്നെ സിനിമാക്കാർ ഒത്തിരി പ്രോബ്ലം, കോൺട്രവേഴ്സി ഉണ്ടാക്കി. കാരണം അമീർ ഖാനും തുർക്കിഷ് പ്രസിഡന്റ് അറിയുന്ന എർദോഗനും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ ചിത്രങ്ങളും വീഡിയോ എല്ലാം സമൂഹമാധ്യമം ഭയങ്കരമായിട്ട് പ്രചരിച്ച സംഭവമാണ്. അപ്പോൾ ഇതിനെതിരെ ബോളിവുഡ് സിനിമകൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നതും തുർക്കിയിലാണ് വളരെ. അപ്പോൾ ഇതെല്ലാം നിർത്തിവെക്കാൻ തീരുമാനമായി. അതേപോലെ തന്നെ ട്രാവലിംഗ്, നമ്മുടെ മേക്ക് മൈ ട്രിപ്പ്, മീസ് മൈ ട്രിപ്പിലൂടെ ഒരുപാട് ആൾക്കാർ വെക്കേഷനും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനൊക്കെ തുർക്കിയിലാണ് പോകുന്നത്. സോ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി. സോ ഒറ്റയടിക്ക് 2000 കോടിയുടെ നഷ്ടം തുർക്കിക്ക് ഉണ്ടാക്കി കൊടുത്തു. സോ അതേപോലെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കോളേജും യൂണിവേഴ്സിറ്റിയും തുർക്കിഷ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ബന്ധങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അത് നിർത്തലാക്കി. പ്ലസ് ട്വിറ്ററിലും ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എല്ലാം തുർക്കിഷ് ഗവൺമെൻറ്റിൻ്റെ മീഡിയ ഇതെല്ലാം ഇന്ത്യൻ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ നിർത്തലാക്കി, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം. സോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ
നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് രാജ്യമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു ആക്ഷൻ തുർക്കിക്കെതിരെ ഇന്ത്യ എടുത്തു. നമുക്കിനി തുർക്കിയുടെ ചരിത്രത്തിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ നമ്മൾ ഏകദേശം ഒരു 7-ാം നൂറ്റാണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 632 AD ആ കാലഘട്ടത്തിന് ശേഷം പ്രോഫറ്റ് മുഹമ്മദ് പ്രവാചകന്റെ മരണത്തിന് ശേഷം ഇസ്ലാമിസ്റ്റ് വേൾഡിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡറോ ഒരു മോറൽ ഒരു ലീഡർ എന്ന രീതിയിൽ ഒരു വലിയൊരു പൊസിഷൻ വേണമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വന്ന അബൂബക്കർ, അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഖലീഫയായിട്ട് അവർ ഉദിച്ചത്. സോ ആദ്യത്തെ ഖലീഫയായി മാറി. സോ ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ കാലിഫ് എന്ന് വിളിക്കുന്ന പേരാണ് ഖലീഫ എന്ന് വിളിക്കുന്നത്. സക്സസർ ഓഫ് ദ പ്രോഫറ്റ് എന്നാണ് അർത്ഥം. പിന്നീട് പ്രവാചകന്റെ പിന്തുടർച്ചക്കാരൻ എന്നൊരു അർത്ഥമാണ് അതിനകത്ത് വരുന്നത്. പിന്നീട് തുർക്കി ആ ഒരു റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഖലീഫകൾ ഒരു ഡൈനാസ്റ്റി, ഒരു വംശം പോലെ 2 രീതിയിൽ ഇതിനെ ഭരിച്ചു. ആദ്യത്തെ ഇതെന്ന് പറയുന്നത് തന്നെ ഉമ്മയറ്റ്സ് എന്ന് പറയുന്നതും രണ്ടാമത് അബ്ബാസിറ്റ്സ് എന്ന് പറയുന്നതാണ്. സോ ഇപ്പൊ തന്നെ ഖലീഫ ഇവരുടെ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഉമ്മ എന്ന് വിളിക്കുന്നതിന്റെ മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒരു പവറുള്ള ഒരു വലിയൊരു പൊസിഷനായി മാറിക്കഴിഞ്ഞു. പിന്നീട് ഉമ്മയറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും ഡമസ്കസ്, സിറിയയുടെ ഭാഗത്ത്, അതേപോലെ സെൻട്രൽ ഏഷ്യ, സ്പെയിനിലേക്കൊക്കെ ഇവർ അവരുടെ പ്രചാരവും കാര്യങ്ങളും സ്പ്രെഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് വന്നത് പിന്നീട് അതിനുശേഷം വന്ന് അബ്ബാസിറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ, അവർ കൂടുതലും ഇറാഖിലെ ബാഗ്ദാദിലാണ് സെറ്റിൽ ചെയ്തിരുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഗുപ്തൻ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അബ്ബാസിദ് കാലഘട്ടവും ഒരു ഗോൾഡൻ ഏജ് എന്ന് തുർക്കിയുടെ വിളിക്കാൻ പറ്റും. കാരണം ഈ സമയത്താണ് മെഡിസിൻ ആണെങ്കിലും ഫിലോസഫി, ആർട്ട്, ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടം കൂടാണ്. പക്ഷേ 1258 കാലഘട്ടത്തിൽ മംഗോൾസ് ഇവരെ അറ്റാക്ക് ചെയ്തു. മംഗോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലും നമുക്ക് കാണാൻ പറ്റും. 1200 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ ഡൽഹി സുൽത്താനായിട്ടാണ് ഉള്ളത്. കുതുബുദ്ദീൻ ഐബക്കിന് ശേഷം ഇൽതുത്മിഷിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഇവിടെയും മംഗോൾസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം മംഗോളുകാർ ഇവിടെ അറ്റാക്ക് ചെയ്ത സമയത്ത് അബ്ബാസിദ് ഖലീഫേനെ വധിച്ചു. അതിനുശേഷം ഖലീഫ എന്ന് പറയുന്ന ഒരു സ്ഥാനം കുറെ കാലത്ത് ഇല്ലാണ്ടായി. കുറച്ച് സ്ഥലങ്ങളിലേക്കുള്ള ഖലീഫയുടെ മറ്റ് ബന്ധുക്കളും ആൾക്കാരൊക്കെ ഈ കൈറോ പോലത്തെ ആഫ്രിക്കയിലൊക്കെ പലായനം ചെയ്തു പോവുകയും ചെയ്തു. സോ ആ ഒരു ടൈറ്റിൽ നഷ്ടപ്പെട്ടു എവിടെയോ. പിന്നീട് 1299 മുതൽ 1453 കാലഘട്ടത്തിലേക്ക് ഖലീഫ വന്നതിന് ശേഷം ഓട്ടോമൻ എംപയർ എന്ന് പറയുന്ന, അങ്ങനെയാണ് ഓട്ടോമൻ എംപയറിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഒസ്മാൻ I എന്ന് പറയുന്ന അദ്ദേഹം ഈ ഓട്ടോമൻ എംപയർ സ്ഥാപിച്ചു. പിന്നീട് 1299 തൊട്ട് 1453 കാലഘട്ടം വരെ മെഹമ്മറ്റ് I എന്ന് പറയുന്ന അവരും ബൈസാന്റൈൻ എംപയർ തകർത്തു, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. വലിയ ബാറ്റിലുകളും വലിയ യുദ്ധങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ നടന്നു. ശരിക്കും പറയുകയാണെങ്കിൽ 16-ാം നൂറ്റാണ്ട് തൊട്ട് 20-ാം നൂറ്റാണ്ട് വരെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്രാജ്യം തന്നെയാണ് ഓട്ടോമൻ സാമ്രാജ്യം. യൂറോപ്പ് തൊട്ട് മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ, നോർത്ത് ആഫ്രിക്ക, ഇത് മുഴുവൻ ഓട്ടോമൻസിന്റെ കയ്യിലായിരുന്നു. പിന്നീട് 1517 കെയ്റോ നഗരം, സുൽത്താൻ സലീം എന്ന് പറയുന്ന കെയ്റോ നഗരം കംപ്ലീറ്റ്ലി തകർത്ത് ആക്രമിച്ച് അദ്ദേഹം ആ നഗരം കീഴടക്കി. ഖലീഫ എന്ന് പറയുന്ന ആ ടൈറ്റില് പിന്നീട് അദ്ദേഹം എടുത്തു. വർഷങ്ങൾക്ക് ശേഷം, പണ്ട് മോറലി മാത്രം ഉണ്ടായിരുന്ന ഒരു ടൈറ്റിലിനെ വർഷങ്ങൾക്ക് ശേഷം പൊളിറ്റിക്കലി ഒരു ടൈറ്റിലാക്കി അദ്ദേഹം അത് ഏറ്റെടുത്തു. അങ്ങനെ ഖലീഫ എംപയർ വന്നു. പിന്നെ നമുക്ക് 1-ാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തുർക്കി എന്ന് പറയുന്ന ഒരു ഓട്ടോമൻ എംപയർ എന്ന് പറയുന്ന ജർമ്മനിയുടെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്ത് അവസാനം യുദ്ധം പരാജയപ്പെട്ടതിന് ശേഷം ഓട്ടോമൻ എംപയർ തകരുകയാണ്. ഒരു 1920 ശേഷം പിന്നെ വരുന്ന ഒരു പുതിയ കാലഘട്ടമാണ് തുർക്കിയെ സംബന്ധിച്ചോളം. അവിടെയാണ് കമാൽ പാഷ, അറ്റാടർക്ക് എന്ന് പറയുന്ന പുതിയൊരു റൂള് വന്നു. ഓട്ടോമൻ എംപയർ കംപ്ലീറ്റ്ലി നിർത്തലാക്കി അദ്ദേഹം ഒരു സെക്യുലർ സ്റ്റേറ്റ് കൊണ്ടുവന്നു തുർക്കിയിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്യുലർ സ്റ്റേറ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ, ഷരിയ കോടതി നിർത്തലാക്കി, ഇസ്ലാമിക് ലീഗൽ സിസ്റ്റം എടുത്തു കളഞ്ഞു, ഇസ്ലാമിക് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു മാറ്റി. അതുമാത്രമല്ല അറബിക് ലാംഗ്വേജ് മാറ്റി ലാറ്റിൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. തലയിൽ വെക്കുന്ന ഫേസ് എന്ന് പറയുന്ന സംഭവം നിർത്തലാക്കി, ഇസ്ലാമിക് ഡ്രസ്സുകൾ വേണ്ടെന്ന് വെച്ചു, മൊത്തത്തിൽ സിവിൽ മാരേജ് കൊണ്ടുവന്നു. മൊത്തത്തിൽ സെക്യുലർ റിപ്പബ്ലിക് ആക്കി തുർക്കിനെ മാറ്റിയതിനു ശേഷം ഒരു ഓട്ടോമൻ എംപയറും ഖലീഫ എന്ന് പറയുന്ന സിമ്പൽ തുർക്കി അന്ന് നിർത്തലാക്കി. സോ ഇന്നും തുർക്കി, മോഡേൺ തുർക്കി എവിടെയോ ഈ ഖലീഫ എന്ന് പറയുന്ന ടൈറ്റിൽ തിരിച്ചെടുക്കാനുള്ള ഒരു വലിയ ആഗ്രഹം തുർക്കിക്ക് ഇന്നും ഉണ്ട്. ഇതാണ് തുർക്കിയുടെ ചരിത്രം. ഇതറിഞ്ഞാലാണ് നമുക്ക് അർമേനിയയെ കുറിച്ചിട്ടും ഇനി വരാൻ പോകുന്ന വംശഹത്യയെ കുറിച്ചിട്ടും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. ഇന്ത്യയും തുർക്കിയുമായിട്ട്
സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം ഒരു പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ബുക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന സമയത്ത് ഗാന്ധിജി ഇതിനെ നല്ലൊരു അവസരമായിട്ട് ഉപയോഗിച്ചെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ആ സമയം ഹിന്ദു മുസ്ലിം യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഖിലാഫത്ത് മൂവ്മെന്റ്, പ്രധാനമായിട്ടും ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി, അലി ബ്രദേഴ്സ് എന്ന് പറയുന്ന ഇവർ ഖലീഫ എന്ന പൊസിഷന് വേണ്ടി ഭയങ്കരമായി വാദിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെന്റിനെ ഗാന്ധിജി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആ ഒരു സംഭവം സപ്പോർട്ടിൽ കൊണ്ടുവന്നു. ആ ഖിലാഫത്ത് മൂവ്മെന്റിനെ പിന്നീട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗവുമാക്കി. സോ പിന്നീട് അറ്റാട്ടർക്ക് അല്ലെങ്കിൽ കമാൽ പാഷ വന്നതിന് ശേഷം പിന്നെ ഇതിന് പ്രസക്തി, ഖലീഫ എന്ന് പറയുന്ന ഒരു പദവിക്ക് പ്രസക്തി ഇല്ലാണ്ടായതുകൊണ്ടാണ് അത് മാറിയത്. അപ്പൊ ഈ ഒരു സംഭവം കൂടെ നമ്മൾ ഇന്ത്യയുടെ റിലേഷനും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കണം. അർമേനിയൻ വംശത്തെക്കുറിച്ച് ഡെഫിനറ്റ്ലി മനസ്സിലാക്കുന്നതിന് മുന്നേ അർമേനിയ എന്ന് പറയുന്ന സ്ഥലം അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഈസ്റ്റേൺ യൂറോപ്പും വെസ്റ്റേൺ ഏഷ്യയുടെയൊക്കെ ഇടയിൽ ഇന്റർസെക്ഷൻ പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും. ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ പ്രധാനമായിട്ടൊരു സ്ഥലം അനാട്ടോളിയ എന്ന് പറയുന്ന സ്ഥലം. സോ പണ്ട് ഇവരുടെ ഏൻഷ്യൻ സമയത്ത് അർമേനിയ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്ത്യൻ സിവിലൈസേഷൻ ആയിരുന്നു പണ്ട്. പിന്നീട് 1800-കളിൽ ഇത് രണ്ടായി മാറി, ഓട്ടോമൻ എംപയറും പിന്നീട് റഷ്യൻ എംപയറുമായി മാറി. സോ റഷ്യ എന്ന് പറയുന്ന രാജ്യം വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. സോ അർമേനിയയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഏകദേശം മാപ്പിൽ മനസ്സിലായി കാണും. ഇനി ഇത് പണ്ട് തൊട്ടേ ഇതൊരു ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. ഈ അർമേനിയൻസ് എന്ന് പറയുന്നത് കൂടുതലും ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ ഓട്ടോമൻ എംപയർ അല്ലെങ്കിൽ ഓട്ടോമൻ ഭരണത്തിന്റെ കീഴിലാണ് ഇവരും വർഷങ്ങളായിട്ട് താമസിച്ചു വന്നിരുന്നത്. കാരണം ഇതെല്ലാം ഓട്ടോമന്റെ റൂളിലുള്ള സ്ഥലങ്ങളായിരുന്നല്ലോ. സോ എപ്പോഴും ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അർമേനിയൻസ് എന്ന് പറയുന്ന വിഭാഗം എപ്പോഴും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് അല്ലെങ്കിൽ രണ്ടാം തരം ആൾക്കാരെ പോലെയാണ് ഇവർ ഇവിടെ ട്രീറ്റ് ചെയ്തിരുന്നത്. നമ്മൾ എത്നിക് മൈനോറിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു ഇവർ ഈ മൈനോറിറ്റി ആയിട്ട് സെക്കൻഡ് ക്ലാസ് ജീവിതം നയിച്ച് പതുക്കെ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് ഇടയിൽ സമയത്ത് ഇവർക്ക് തന്നെ തോന്നിത്തുടങ്ങി ഇവർക്ക് ചില അധികാരങ്ങളും ഇവരുടെ റൈറ്റ്സിന് വേണ്ടി പോരാടണമെന്ന് ഇവർക്ക് തോന്നി തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട ഒരു അർമേനിയൻ റെവല്യൂഷണറി ഫെഡറേഷൻ എന്ന് പറയുന്ന ദഷ്നക് സുത്യുൺ, ഇനി ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഇത്തരം ഓർഗനൈസേഷൻസ് ഒക്കെ ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ശരിക്കും നമ്മൾ അർമേനിയൻ വംശഹത്യ എന്ന് ശരിക്കും പറയുന്നത് 1915-16 കാലഘട്ടത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആ ഒരു ടൈമിലാണ്. ഏകദേശം 6.5 ലക്ഷം മുതൽ 15 ലക്ഷത്തിന് മുകളിലുള്ള ക്രിസ്ത്യൻസ്, ഈ പറയുന്ന അർമേനിയൻസ് എന്ന് പറയുന്ന ആൾക്കാരെ ഓട്ടോമൻ എംപയറിലെ ആൾക്കാർ മാസ് സ്കെയിലിൽ കൊന്നുകളഞ്ഞു. മാസ് സ്കെയിലാണ് വധിച്ചു കളഞ്ഞത്. അത് ചെറിയൊരു രീതിയല്ല, ഇത്രയും അധികം ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് അതും വളരെ ബ്രൂട്ടലായിട്ട്. നമുക്ക് ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഇതിൽ വിവരിക്കാൻ ശ്രമിക്കാം, പക്ഷെ എന്നാലും അത്രയധികം ബ്രൂട്ടാലിറ്റിയാണ് ഇവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തിന് മുന്നേ ഉള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ 1915 മുന്നേ 1894-96 കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ഹമീദി മസാക്കർ എന്ന് പറയുന്ന, അന്നത്തെ ഹമീദ് എന്ന് പറയുന്ന ഒരു റൂളറിന്റെ കാലഘട്ടത്തിൽ തന്നെ 10,000-കണക്കിന് അർമേനിയൻ ക്രിസ്ത്യൻസിനെയാണ് അന്ന് ഇവർ വധിച്ചു കളഞ്ഞത്. കാരണം ഇവരുടെ അധികാരത്തിന് വേണ്ടി പോരാടി തുടങ്ങിയ സമയത്ത്. സോ അതാണ് ആദ്യത്തെ അർമേനിയൻസിനെതിരെ തുർക്കി അല്ലെങ്കിൽ ഓട്ടോമൻകാര് പ്രതികരിച്ച ആദ്യത്തെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഹമീദിൻ മസാക്കർ എന്നാണ് നമ്മൾ ഇതിനെ ചരിത്രം വിശേഷിപ്പിക്കുന്നത്. പിന്നീട് 1908 ഒക്കെ കഴിഞ്ഞപ്പോൾ പുതിയൊരു വിഭാഗം അവിടെ മുന്നോട്ട് വന്നു. നമ്മൾ പലപ്പോഴും യങ് ടർക്സ് അല്ലെങ്കിൽ യുവ തുർക്കി എന്നൊക്കെ വിളിക്കുന്നത്, പലപ്പോഴും ഒരു ഡൈനാമിക് നേതാവിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ അയാൾ ഒരു യങ് ടർക്കാണെന്നൊക്കെ പറയുന്നത് ഒരു പോസിറ്റീവ് അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു പുതിയ 1908 അവിടെ വലിയൊരു റെവല്യൂഷൻ സംഭവിച്ചു. അന്നത്തെ സുൽത്താന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് യങ് ടർക്സ് എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള കുറച്ച് വിഭാഗം ആൾക്കാരാണ്, കൂടുതലും ഇന്റലക്ച്വൽസ്. ആ കാലഘട്ടത്തിലെ പ്രധാനമായിട്ടും ഭയങ്കര മോഡേൺ ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരും മിലിറ്ററി ഓഫീസർമാരും മിലിറ്ററിയിൽ വളരെ ഉന്നത റാങ്കുകൾ അലങ്കരിച്ച പ്രധാന നേതാക്കന്മാരും ബ്യൂറോക്രാറ്റ്സ്, നമ്മൾ സിവിൽ സർവീൻസ് എന്നൊക്കെ വിളിക്കുന്ന അന്നത്തെ ബ്യൂറോക്രാറ്റ്സ്, ഇവരെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് യങ് ടർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് 1908 ഇവിടുത്തെ സുൽത്താനെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം നേടിയെടുത്ത് ഇവർ പുതിയൊരു ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തു. അപ്പോൾ ഇവരുടെ വളരെയധികം മോഡേൺ ചിന്താഗതിയായിരുന്നു. കാരണം അർമേനിയക്കാർ എവിടെയോ വിശ്വസിച്ചു ഇവരുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഇവർ വലിയൊരു മോഡേൺ ചിന്താഗതി മുന്നോട്ട് വെക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇപ്പൊ അറബ്സ് മാത്രമല്ല, അറബ്സ്, ജൂസ്, അർമേനിയൻസ്, ക്രിസ്ത്യൻസ് എല്ലാവർക്കും എത്നിക് മൈനോറിറ്റി എന്ന് വിശ്വസിക്കപ്പെടുന്ന എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്നായിരുന്നു ഇവർ ആദ്യം പറഞ്ഞത്. പക്ഷെ രണ്ടാമത് ഇവർ ഭരണത്തിലേറിയതിനു ശേഷം പതുക്കെ തുർക്കിഷ് ഐഡിയോളജിയിലേക്ക് ഇവരും മാറി.
കാരണം എവിടെയോ ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങും തന്നെ സെൻട്രൽ പവേഴ്സായ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറിയുടെ ഭാഗത്തിൽ തുർക്കി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എവിടെയോ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇവർക്ക് ഭയങ്കരമായ ഒരു ശത്രു രാജ്യത്തെ പോലെ കാണുകയും ഇവർക്ക് എവിടെയോ തോന്നി തുടങ്ങി അർമീനിയക്കാരെല്ലാം റഷ്യക്കാരുടെ സപ്പോർട്ടേഴ്സ് ആണ് എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് റൈറ്റ്സും കൊടുക്കണ്ട, ഇവരെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഒട്ടോമൻ എംപയറിൻ്റെ സ്ഥലത്തുനിന്ന് മാറ്റി ബോർഡർ ഏരിയാസിലേക്ക് മാറ്റി ഇവരെ ഇവിടുന്ന് കംപ്ലീറ്റ്ലി ഉന്മൂലനം ചെയ്ത് കളയണം എന്നൊരു തോന്നൽ അവർക്കുണ്ടായത്. അങ്ങനെയാണ് മാസ് കില്ലിംഗ്, ജെനോസൈഡ്, എക്സ്റ്റർമിനേഷൻ എന്ന് പറയുന്ന വാക്കുകൾ ശരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഈ വംശീയ ഹത്യയെക്കുറിച്ചുള്ള മറ്റ് ബ്രൂട്ടലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയും ആൾക്കാരെ ഒരേ സമയം കൊല്ലുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് ഇവർ പല രീതിയിലാണ് ചെയ്തത്. ഇപ്പം തന്നെ യങ് ടർക്സിൻ്റെ ഒരു പ്രധാന ഓർഗനൈസേഷൻ്റെ പേരാണ് കപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്നാണ് വിളിക്കുന്നത്. ഇവർ അർമേനിയൻ പാർലമെന്റിലുള്ള ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്, 100-200 ആൾക്കാരെ സെലക്ട് ചെയ്ത് അർമേനിയൻ പാർലമെന്റിലൊക്കെ അംഗങ്ങളായിരുന്നു. അതായത് അർമേനിയൻ വിഭാഗത്തിൽ നിന്ന് പാർലമെന്റിലെ അംഗങ്ങളായ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് കോൺസ്റ്റാന്റിനോപ്പിൾ, അനാട്ടോളിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഈ ഭാഗങ്ങളിലെല്ലാം അവരാദ്യം കുറേ പേരെ ഒരുമിച്ച് കൊന്നുകളഞ്ഞു. സോ പിന്നീട് ഇവരൊരു ഡിപ്പോർട്ടേഷൻ ലോ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് എല്ലാവരെയും കംപ്ലീറ്റ്ലി മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ച് കളയുക, എല്ലാവരെയും ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു സംഭവമാണ് അവർ നടപ്പിലാക്കിയത്. ഇവർ ഒരു ഡെപ്പോർട്ടേഷൻ ലോ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഡെപ്പോർട്ടേഷൻ ലോ എന്ന് പറയുന്നത് തെഹസീർ ലോ എന്ന് പറഞ്ഞു. എല്ലാവരെയും ഇവിടുന്ന് കൊണ്ടുപോവുക. അതേപോലെ തന്നെ അർമേനിയൻ വില്ലേജുകളിൽ, അർമേനിയൻ ഗ്രാമങ്ങളിലൊക്കെ ഇവിടുത്തെ ഓട്ടോമാൻ്റെ അവിടുത്തെ ഉള്ള വയലൻ്റ് ആയിട്ടുള്ള വിഭാഗം ആൾക്കാരെല്ലാം അവിടെ വന്ന് ഗ്രാമങ്ങളെല്ലാം കൊള്ളയടിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്ന്, എത്ര സ്ത്രീകളെയാണ് റേപ്പ് ചെയ്ത് കൊന്നതെന്നില്ലേ. അപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇവിടെയുള്ള എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മാറ്റുക. തൊട്ടടുത്ത് മെസപ്പൊട്ടാമിയയുടെ വഴിയിലേക്കും സിറിയൻ ഡെസേർട്ടിലേക്കും മരുഭൂമിയിലേക്കൊക്കെ എല്ലാവരെയും മാറ്റി പാർപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നു തുടങ്ങിയത്. പിന്നീട് വന്ന ഒരു സംഭവമാണ് ഒരുപാട് ആൾക്കാരെ, സ്ത്രീകളെയും കുട്ടികളെയും വയസ്സായ ആൾക്കാരെ എല്ലാം, അർമേനിയൻ ആൾക്കാരെ എല്ലാം ബൈ ഫുട്ട് എന്നാണ് പറയുന്നത്, കാൽനടയായി ചെരുപ്പ് പോലും ഇല്ലാതെ, പല ആൾക്കാരെയും ഡ്രസ്സ് പോലും ഇല്ലാതെ നേക്കഡായിട്ട് അവരെ ഈ പൊള്ളുന്ന ചൂടിൽ വെയിലിൽ ഇവരെ നടത്തിച്ച് മരുഭൂമിയിലൂടെ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അപ്പം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ, കുറേ പേര് അവിടെ തന്നെ മരിച്ചു വീണു. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒരുപാട് അസുഖങ്ങൾ പടർന്നു തുടങ്ങി. അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചു വീണു. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ പലായനം, ഇങ്ങനെ പതുക്കെ മരുഭൂമിയിലേക്കും ഇങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ ഇനി ഈ തുർക്കിയുടെ ഭാഗങ്ങളിൽ എർസിങ്കൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റി എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ സ്കെലിറ്റൻസ് ആണ് നമുക്ക് ഇത് കുഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. ഇതെല്ലാം ഇതിൻ്റെ ജെനോസൈഡിൻ്റെ ബാക്കിയാണ്. പിന്നെ ഈ കാൽനടയായി നടന്നു പോകുന്ന ആൾക്കാരെ മരുഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ യങ് ടർക്സിൻ്റെ സീക്രട്ട് മിലിറ്ററി ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇവർ ചെയ്ത എന്താണെന്ന് വെച്ചാൽ കില്ലിംഗ് സ്ക്വാഡിനെ ഇറക്കി. കില്ലിംഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തുർക്കിയിലെ ജയിലുകളിൽ താമസിക്കുന്ന വളരെ ക്രിമിനലുകളായിട്ടുള്ള, വളരെ ഡെഡ്ലി ചാർജസിൽ, വളരെയധികം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ക്രൈംസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എല്ലാം ഇവർ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു. കില്ലിംഗ് സ്ക്വാഡ് ഉണ്ടാക്കി. ഓരോ കില്ലിംഗ് സ്ക്വാഡും മരുഭൂമിയിലേക്കും ഈ സ്ഥലങ്ങളിലേക്കും പോകുന്ന സമയത്ത് ഓരോ പോയിന്റിൽ വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർ വന്ന് കത്തിയും കടാരയും ആക്സും ബയണറ്റ്സ് ഒക്കെ വെച്ച് ഇവിടുത്തെ ആൾക്കാരെ കൊന്നു, റേപ്പ് ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാരെ കൊന്നു കളഞ്ഞു. ഇത് നാളുകളോളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നു. ഇങ്ങനെ മരണങ്ങൾ നമ്മൾ ഒന്നൊന്നായി നമുക്ക് കാണാൻ പറ്റി ഇവിടെ. അതിനുശേഷം പ്രധാനമായും കുട്ടികളെ ഇവർ ചെയ്തെന്താന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികളെ, എല്ലാം ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയിട്ട് ഈ കുട്ടികളെ എല്ലാം പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചു. അപ്പോൾ ഒരു കാഴ്ചയിൽ പറയുന്നുണ്ട്, ഒരുപാട് അമ്മമാർക്ക് അത് വലിയ വേദനയേറിയ ഒരു കാഴ്ചയായിരുന്നു. കുട്ടികളെ ഇങ്ങനെ അവരുടെ അടുത്തുനിന്ന് അടർത്തി എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ച വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇനിയും നമുക്കിത് വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത്രയധികം സംഭവങ്ങളാണ്. ഇത് ഏറ്റവും നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്ത് തന്നെ ജെനോസൈഡ് എന്ന് പറയുന്ന വംശഹത്യ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ് നമ്മളിവിടെ കാണാൻ പറ്റും, ഇത്രയും അധികം ആൾക്കാരെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 1914 ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടമായതുകൊണ്ട് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഇതിന് കിട്ടിയില്ല. പിന്നെ തുർക്കിയുടെ ക്ലാസിക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയാണ്. തുർക്കി ഇപ്പോഴും അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ,
തുർക്കി ഇതൊരിക്കലും അംഗീകരിക്കുന്നില്ല. അതായത് ഇവർ ഇത്രയും വലിയ വംശഹത്യ നടത്തി എന്നുള്ളത് തുർക്കിയും പിന്നീട് വന്ന തുർക്കിഷ് ഗവൺമെന്റും ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധം പൊട്ടി പുറപ്പെട്ട സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരെ നമുക്ക് കറക്റ്റായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫായിട്ട് നിർത്തണമല്ലോ. അങ്ങനെ അവരെ സേഫായിട്ട് കൊണ്ട് എത്തിക്കാൻ നോക്കിയ സമയത്ത് കുറേ പേര് മരിച്ചു വീണു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും തുർക്കി ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ഇതാണ് ശരിക്കും അർമേനിയൻ വംശഹത്യയുടെ മുഴുവൻ പ്രധാനപ്പെട്ട ഡീറ്റെയിലുകൾ. സോ ഇങ്ങനെ വെസ്റ്റേൺ അർമേനിയ മുഴുവൻ ചെയ്തു എന്ന് പറയുന്നത്, വെസ്റ്റേൺ അർമേനിയ മുഴുവൻ ഇല്ലാണ്ടായി. പതുക്കെ ഈസ്റ്റേൺ അർമേനിയ എന്ന് പറയുന്നത് അന്ന് റഷ്യയുടെ കയ്യിലേക്കാണ്. പതുക്കെ അവിടെയുള്ള ബാക്കി ആൾക്കാരെല്ലാം ഇംഗ്ലീഷിൽ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും അങ്ങോട്ട് പോയി, പതുക്കെ അങ്ങോട്ട് മാറി. പിന്നെ എങ്ങനെയാണ് അർമേനിയ എന്നൊരു രാജ്യം ഉണ്ടായതെന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അർമേനിയ എന്നൊരു രാജ്യം ഉണ്ടായത്? 1918-20 കാലഘട്ടത്തിലൊക്കെ റഷ്യൻ റവല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ഈസ്റ്റേൺ അർമേനിയ റഷ്യയുടെ കയ്യിലുള്ള അവിടെ പോയി. പിന്നെ റഷ്യൻ റവല്യൂഷനൊക്കെ വന്ന അതിനുശേഷം 1918 മുതൽ 20 ആദ്യത്തെ റിപ്പബ്ലിക് ഓഫ് അർമേനിയ വരുന്നത്. അതായത് ഈ തുർക്കിഷ് ഇൻവേഷനും ബാക്കി വന്ന ജീവനോടെ ബാക്കിയുള്ള കുറേ ആൾക്കാരും ഇവിടെ നിന്ന് വന്ന റെഫ്യൂജീസും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആദ്യത്തെ റിപ്പബ്ലിക് ഓഫ് അർമേനിയ 1918-20 കാലത്തിലുണ്ടാക്കി. പിന്നീട് റഷ്യൻ റവല്യൂഷന് ശേഷം പിന്നീട് 1920 മുതൽ 1991 വരെ ഇവർ സോവിയറ്റ് അർമേനിയയായി. അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ റഷ്യയുടെ വന്നതുകൊണ്ട് അവർ സോവിയറ്റ് അർമേനിയ ആയിട്ട് അറിയപ്പെട്ടു. പിന്നെ 91 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അവർ പിന്നീട് ഇപ്പം നമ്മൾ കാണുന്ന അർമേനിയ എന്ന് പറയുന്ന രാജ്യമായി മാറി. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യ തുർക്കീനെ ബാൻ ചെയ്തു, അല്ലെങ്കിൽ തുർക്കി എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ തുർക്കിയുടെ ചരിത്രവും അർമേനിയയിൽ നടന്ന ഇത്രയും വലിയ ജെനോസൈഡ് വംശഹത്യയെക്കുറിച്ചും പഠിച്ച് ഇന്ന് അർമേനിയ എന്ന രാജ്യം മാപ്പിൽ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയും ഒരു ബ്രൂട്ടൽ ചരിത്രം ഇതിനുണ്ട് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.